പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ രംഗമുണ്ടാവും. ഒരാളെ നരകത്തേക്ക് വിധിക്കപ്പെട്ടു കേട്ടോ, നരകത്തേക്ക് കൊണ്ടുപോവാ. ആ നരകത്തേക്ക് ഇങ്ങനെ പോകണടിയിൽ മുമ്പ് ആ നരകത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കുമല്ലോ അള്ളാൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഇയാൾ പറയണല്ലോ, പഠിച്ചോലേ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്, ഇജ്ജ് പുറത്ത് തരും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ആരോട്? അള്ളാഹ് പറയും അവനോട് കൊണ്ടുവരിക സ്വർഗത്ത് കഴിക്കാറ്. അന ഇന്ദ ലൊന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് അടിമ എന്താണോ വിചാരിക്കണത് അങ്ങനെയൊക്കെയാണ്. അവൻ വെറുതെ വിചാരമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കുറച്ചൊക്കെ, ഇങ്ങോട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് നിരക്കത്ത് ഇപ്പോഴും പേടിയല്ലേ, അതിനത്രയും ചെയ്തിട്ടാണ് അയാൾക്ക് ആ വിചാരം ഉണ്ടായിരുന്നു കരുതി കൊടുങ്ങൾ. അല്ലാതെ അങ്ങനെ കുതിര കളിച്ചിടുന്നാണ്ട് അങ്ങനെ പുറത്തവിടെ പോയിട്ട് തിരിഞ്ഞു നോക്കിയാണ്ട് അതിനൊന്നും ആരും പൂതിയൊക്കെ ഉണ്ടാവും തൽക്കാലം. വെറുതെ വിചാരം ഉണ്ടാവില്ല, അതിനത്രയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അല്ലാതെ നമ്മൾ ഈ വരുന്ന പരിപാടിക്ക് അവിടെ പോയി ഇങ്ങനെ ചെയ്യാം. ഏത് നരകത്ത് ഇങ്ങനെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് അള്ളാനോട് പഠിച്ചാനെ ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതി. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഹദീസാണ്. റജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ പറഞ്ഞ ഹദീസാണ് ഇതൊക്കെ. വേറെ ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുകയാണ്. സക്കറാത്തിൽ റസൂലുള്ളാഹി കയറി ചെന്നു. തങ്ങൾ ചോദിച്ചപ്പോൾ എന്താ അവസ്ഥ ചോദിച്ചു. എൻ്റെ ദോഷങ്ങളെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്, എന്നാൽ അള്ളാഹിൻ്റെ മഗ്ഫിറത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞാലോ, ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത് രണ്ടും പാടൊരു മുമ്പിൻ്റെ കൽബിൽ ഒരുമിച്ച് കൂടൂല. പേടിച്ചതിനെ തൊട്ടൊക്കെ അള്ള നിർഭയമാക്കിയിട്ടല്ലാതെയും പ്രതീക്ഷിച്ചതൊക്കെ അള്ള തരാതെയും. ആ ചെറുപ്പക്കാരനോട് അള്ളാഹ് റസൂൽ പറഞ്ഞതാണ്.